വെൽക്കം ടു കുക്ക് വിത്ത് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റമദാൻ വ്ളോഗ് ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പൊലച്ചത്തേക്ക് ഇനി ഉള്ളിത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കാട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിത്തണ്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി എടുത്ത് അതിലേക്ക് കടുക് ഇട്ട് നമ്മൾ അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച് ഉള്ളിത്തണ്ട് ഇടാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അതൊന്ന് വേവണ വരെ കാത്തിക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ളൊരു മിക്സ് റെഡിയാക്കാം. മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും ഉണക്കമുളകും സവാള ഇട്ട് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിത്തണ്ടൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊളിച്ചത്തേക്കുള്ള എല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറും പപ്പടം പൊരിച്ചതും ഉപ്പേരിയും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ തക്കാളി കറി കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി കറി ആയിട്ട് ഉണ്ടാക്കിയത് ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അത് നമ്മൾ ചെറുകടി ആയിട്ട് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ റോളാണ്. അപ്പോൾ നമ്മളൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് മൈദ ഇട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചാൽ ഒന്ന് അടിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പൈനാപ്പിൾ ചെടിയിൽ നിന്ന് പൈനാപ്പിൾ പറിച്ച് ഇനി നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ആട്ടോ അടിക്കാൻ പോണേ. അപ്പോൾ ഇനി നമ്മൾ ഇതാ ചിക്കൻ റോളൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പത്തിരി ചുടാനിട്ട് പിന്നെ നമ്മൾ കുറച്ച് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായേ. അപ്പോൾ ഇതാ നമ്മളെ ഇഫ്താർ തുറക്കാൻ വേണ്ടി എല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ റോള്, പൈനാപ്പിൾ ജ്യൂസ്,
പഴംപൊരി, അതുപോലെ നമ്മളെ നല്ല ബീഫ് കറിയും, പിന്നെ നെയ്ച്ചോറ്, പത്തിരി, ഫ്രൂട്ട് സലാഡ്. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നാളത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. ഇറ്റ്സ് മീ കുക്കുത്തുമ്മി. ബൈ ബൈ.